എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മെയ് മാസം അവസാനിച്ചുവെങ്കിലും മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ജൂൺ 4-ാം തീയതി ബുധനാഴ്ച വരെ നീട്ടിയതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ മെയ് മാസത്തിലെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് ജൂൺ 4 ബുധനാഴ്ച വരെ അത് വാങ്ങാവുന്നതാണ്. ജൂൺ 5 വ്യാഴാഴ്ച മുതൽ റേഷൻ വിഹിതങ്ങളുടെ ഡേറ്റ ഇപ്പോൾ സംവിധാനത്തിൽ ചേർക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും. അതുപോലെ ജൂൺ 6 വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ പ്രമാണിച്ചും സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർച്ചയായിട്ട് 2 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ജൂൺ 7 ശനിയാഴ്ച മുതലായിരിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിവസവും ജൂൺ മാസത്തിലെ റേഷൻ വിതരണവും നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിവസവും ജൂണിലെ വിതരണം ആരംഭിക്കുന്ന ദിനവും അറിയിപ്പിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും എന്നാൽ ബക്രീദ് അവധി അനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തന മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാസപ്പിറവി കാണാത്തതുകൊണ്ട് കേരളത്തിൽ ബക്രീദ് 7-ാം തീയതി ശനിയാഴ്ചയാണ്. അതിനാൽ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് കരുതുന്നത്. വന്നാൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ജൂൺ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി AY മഞ്ഞ റേഷൻ കാർഡിനാണ്. കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. അടുത്തത് മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡുകാർക്ക് ജൂൺ മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇതിൽ കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായിട്ട് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇത്തവണ ആർക്കും റേഷൻ മണ്ണെണ്ണ ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്യുവാൻ പുതുക്കിയ വിലയായി ലിറ്ററിന് 60 രൂപ നിശ്ചയിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഭക്ഷ്യമന്ത്രി ചർച്ചകളിലൂടെ ഉറപ്പ് നൽകിയ നിരക്ക് വർധനവ് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഓഫീസുകൾ നിരസിച്ചതിനാൽ ഡീലർമാർ എണ്ണ കമ്പനികളിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുന്നില്ല. ജൂൺ 30-ന് മുമ്പ് സ്റ്റോക്ക് ഏറ്റെടുത്തില്ല എങ്കിൽ വിഹിതം പാഴാവുന്നതാണ്. ഇതോടെ തുടർച്ചയായിട്ട് 4-ാം വർഷവും കേരളത്തിൽ മണ്ണെണ്ണ വിതരണം മുടങ്ങുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ സാമ്പത്തിക വർഷവും കേന്ദ്രം അനുവദിച്ച മണ്ണെണ്ണ വിഹിതം കേരളം പാഴാക്കിയത് വിതരണ മേഖലയിലെ പ്രശ്നം മൂലമാണ്. വരും ദിവസങ്ങളിൽ വരുന്ന എല്ലാ റേഷൻ അറിയിപ്പുകളും നമ്മൾ ഇതോടൊപ്പം തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.